യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതിൽ തീരുമാനമാകും. അതേസമയം നേര്യമംഗലം സ്വദേശി ഉന്നയിച്ച പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അനന്യ അനിൽപിള്ള ചേരുന്നു വിശദാംശങ്ങളുമായി. അന്യ, ആദ്യം സിദ്ദിഖിന്റെ കാര്യത്തിലേക്ക് വരാം. ഇന്നലെ ഇടക്കാല ജാമ്യം അനുവദിച്ചു സിദ്ദിഖിന്. പക്ഷെ അത് 2 ആഴ്ചത്തേക്ക് മാത്രമാണ്. അന്വേഷണത്തോട് സഹകരിക്കണമെന്ന ഉപാധിയാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരില്ലേ? തീർച്ചയായും ഷരിമ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ നേരത്തെ അഭിഭാഷകൻ അറിയിച്ചിരുന്നത് ഒന്നെങ്കിൽ ഈ 2 ദിവസത്തിനകം തന്നെ സിദ്ദിഖ് ഹാജരായേക്കും, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നും ഒരു തരത്തിലുള്ള നോട്ടീസ് ലഭിച്ചാൽ മാത്രമേ ഹാജരാകൂ എന്ന് അറിയിക്കുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന കാര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നോട്ടീസ് അയച്ചാൽ മാത്രമായിരിക്കും ഹാജരാക്കുക എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു 2 ദിവസം, ചിലപ്പോൾ ഇന്നോ നാളെയോ തന്നെ നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചാൽ തീർച്ചയായിട്ടും ആ നോട്ടീസ് സമയത്തിനകം തന്നെ സിദ്ദിഖ് ഹാജരാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ ഷാരിമ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചത്തേക്ക് ഒരു ഇടക്കാല ആശ്വാസം അല്ലെങ്കിൽ ജാമ്യം എന്ന രീതിക്കുള്ള സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇതിൽ പക്ഷേ ചോദ്യം ചെയ്യൽ രേഖപ്പെടുത്താൻ കഴിയും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തി അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് വിട്ടയക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് അന്വേഷണ സംഘം ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നത്. ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഈ ഒരു തെളിവെടുപ്പ് നടത്താൻ മാത്രമേ സാധിക്കാത്ത പക്ഷമുള്ളൂ. തെളിവെടുപ്പ് നടത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ മാത്രമേ ചെയ്യാതിരിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള നിലപാട് പോലെ അറസ്റ്റ് രേഖപ്പെടുത്താം, വിശദമായ ചോദ്യം ചെയ്യാം, അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഇതെല്ലാം നടത്തി അദ്ദേഹത്തെ വിട്ടയക്കുന്ന സാഹചര്യമാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത് പൂർണ്ണമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക. അത് ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വിട്ടയക്കും. അതോടൊപ്പം തന്നെ ഈ 2 ആഴ്ച കാലാവധി ഇനി അവർക്കുണ്ട്. 2 ആഴ്ചത്തിന് ശേഷമായിരിക്കും സുപ്രീം കോടതി ഒരു വിധി അല്ലെങ്കിൽ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷയുള്ള വിധി നടത്തുക. ആ സമയത്ത് ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഹാജരാകിയ ശേഷം നടത്തുന്ന ചോദ്യം ചെയ്യൽ കിട്ടുന്ന വിശദാംശങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖ കൂടി ഈ സുപ്രീം കോടതിയെ ഹാജരാക്കും. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇന്നലെ നടത്തിയ ജാമ്യ ഹർജിയിൽ അല്ലെങ്കിൽ ആ പറയുന്ന പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, സത്യവാങ്മൂലം രേഖപ്പെടുത്തണം. സർക്കാരും പരാതിക്കാരും ഒരുപോലെ തന്നെ സത്യവാങ്മൂലം കൂടി രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അത് രണ്ടും കൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള വിധി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ സിദ്ദിഖ് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്തരത്തിലുള്ളൊരു അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെ ലഭിക്കുമെന്നുണ്ട്. ജാമ്യ ഹർജി അല്ലെങ്കിൽ അത് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അറസ്റ്റ് എന്നാലും തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ ഇന്നോ നാളെയോ തന്നെ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തണം. പക്ഷേ ഇതിലൊരു മറ്റൊരു സംശയമായി നിലനിൽക്കുന്നത് ഈ പറയുന്ന ഹൈക്കോടതി ജാമ്യ ഹർജി തള്ളി ആ സാഹചര്യത്തിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്തുകയോ തെളിവെടുപ്പ് നടത്താൻ ശ്രമിക്കുകയോ ചെയ്യാത്ത അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ ഇത് ഏതൊരു രീതിയിൽ സുപ്രീം കോടതിയുടെ എന്തനുമാനത്തിൽ എടുക്കും എന്നൊരു സംശയം നിലനിൽക്കുന്നത്. അത് തള്ളിക്കളയാനാകില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. അവർ പറയുന്നത് ഉടൻ തന്നെ ഇന്നോ നാളെയോ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നോട്ടീസ് അയച്ചാൽ ഉടൻ തന്നെ അന്വേഷണ സംഘമായിട്ട് പരിഗണിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് അഭിഭാഷകനും സിദ്ദിഖും അറിയിച്ചതായിട്ടും അഭിഭാഷകൻ പറയുന്നുണ്ട്. പിന്നീട് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നിവിൻ പോളിയെ സംബന്ധിച്ച് നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. നേര്യമംഗലം സ്വദേശിയായിട്ടുള്ള നടി ആണ് പരാതി ഉന്നയിച്ചിരുന്നത്. അവർ ദുബായിലായിരിക്കുന്ന സമയത്ത് തന്നെ 6 അംഗ സംഘം പീഡിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. 6ാമത് പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ഈ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേര്യമംഗലം പോലീസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഇതിൽ പുരോഗതി അല്ലെങ്കിൽ ഇതിൽ ഒരു തുടർ നടപടി എന്ന രീതിക്ക് അന്തിമഘട്ടത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. കാരണം തുടക്കം മുതലേ അന്വേഷണ സംഘം ഈ ഒരു കാര്യത്തിൽ വളരെയധികം കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. സിദ്ദിഖിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടനായും സംവിധാനവുമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ മുന്നോട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2 പരാതികളുണ്ട്. അതായത് ഈ പറയുന്ന നടി ഉന്നയിച്ച പരാതിയും അതുപോലെ തന്നെ നിവിൻ പോളി ഉന്നയിച്ച ഒരു കൗണ്ടർ പരാതിയും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് നടി ഉന്നയിച്ച പരാതിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ DGPക്കും നൽകിയിരുന്നു പരാതി. മാത്രമല്ല തുടക്കത്തിൽ ഇവർ പരാതി ഉന്നയിച്ച സമയത്തൊന്നും തന്നെ അതിക്രമിച്ചതായിട്ടോ തന്നെ പീഡിപ്പിച്ചതായിട്ടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്നെ മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ സംസാരിച്ചു മാത്രമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് തന്നെ സംഘം ചേർന്ന് പീഡിപ്പിച്ചുവെന്നും അതിക്രമിച്ചുവെന്നും പറഞ്ഞത്. അപ്പം ആ 2 കാര്യങ്ങളും വിലയിരുത്തി. അതുപോലെ തന്നെ നിവിൻ പോളി പറഞ്ഞിരുന്നു താൻ ഈ സമയത്ത് കൊച്ചിയിലായിരുന്നു, ദുബായിൽ ഇല്ലായിരുന്നു, ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരികെ എത്തി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കൃത്യമായിട്ട് അന്വേഷണം നടന്നു വരികയാണ്. ഈ കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. 1ാം പ്രതിയായിട്ടാണ് നിർമ്മാതാവ് സുനിൽ കുമാർ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു കുറ്റപത്രം സമർപ്പിച്ച്
മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കാരണം ഇതിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉള്ള ഒരു കേസ് കൂടിയാണ് നിവിൻ പോളിയെ സംബന്ധിച്ച്. അപ്പോൾ അത് രണ്ടും കണക്കിലെടുത്ത് ഉടൻ തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇപ്പോഴുള്ള അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനാണ് നിവിൻ പോളിയുടെ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം നോക്കുന്നത്. ഷാലിമ. ശരി, അനന്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. ഒപ്പം നിവിൻ പോളിയുടെ കേസിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതാണ് അറിയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.